നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള തർക്കം മുറുകുന്നു. അടുത്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനെന്നും യഥാർത്ഥ ക്യാപ്റ്റനാണെന്നുമുള്ള പ്രചാരണം സമൂഹമാധ്യമങ്ങളിൽ സജീവമാണ്. മുഖ്യമന്ത്രി പദവി ലക്ഷ്യമിട്ട് വി.ഡി. സതീശൻ നടത്തുന്ന നീക്കങ്ങളിൽ കോൺഗ്രസിൽ അമർഷവും ശക്തമാണ്. ആരാണ് ക്യാപ്റ്റൻ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസ് ക്യാമ്പിൽ ചർച്ച മുറുകുകയാണ്. ഉപതെരഞ്ഞെടുപ്പിലെ വിജയശില്പി ആരെന്ന ചോദ്യത്തിന് പിന്നാലെ വി.ഡി. സതീശനെ ക്യാപ്റ്റനാക്കി കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകളിൽ പോസ്റ്റുകൾ നിറഞ്ഞതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. അടുത്ത മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ വി.ഡി. സതീശൻ തന്നെയെന്നാണ് അദ്ദേഹത്തിന് വേണ്ടി PR പണി ചെയ്യുന്ന സൈബർ ടീം പറഞ്ഞുവെച്ചത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനമെന്ന സ്വപ്നം മനസ്സിൽ സൂക്ഷിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഉള്ളിലെ അതൃപ്തി ചെന്നിത്തല പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവായിരിക്കെ നേടിയ വിജയങ്ങളിലൊന്നും തനിക്ക് ആരും ക്യാപ്റ്റൻ പദവി നൽകിയില്ല എന്നായിരുന്നു ചെന്നിത്തലയുടെ പരിഭവം. എന്നാൽ സതീശൻ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയത് ക്യാപ്റ്റനേക്കാൾ വലിയ മേജർ പദവി. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റനല്ല, അത് മേജറാണ്. വിവാദം പിന്നെയും കൊഴുത്തു. സൈബർ ഇടങ്ങളിൽ ചർച്ചകളും വ്യാപകമായി. ഇതോടെ അതൃപ്തി പരസ്യമാക്കി KC വേണുഗോപാൽ മുതൽ K. സുധാകരൻ വരെയുള്ള നേതാക്കളും രംഗത്തെത്തി. ഇതിനിടയിലാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ക്രെഡിറ്റ് KC വേണുഗോപാലിനാണെന്ന അവകാശവാദവുമായി KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാറിന്റെ രംഗപ്രവേശം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് AICC ആണ് സ്പോൺസർ ചെയ്തതെന്നും ഇന്നലത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ അനിൽകുമാർ വാദിച്ചു. എന്നാൽ ക്യാപ്റ്റനും മേജറും വേണ്ടെന്നാണ് രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനം. എന്നാൽ വിവാദങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. വി.ഡി. സതീശനെ ക്യാപ്റ്റനാക്കിക്കൊണ്ടുള്ള പോസ്റ്ററുകൾക്കും റീലുകൾക്കും ഇപ്പോഴും കുറവില്ല. സതീശന്റെ അറിവോടെയാണ് ഈ പ്രചാരണങ്ങളെല്ലാം നടക്കുന്നതെന്നാണ് പാർട്ടിയിലെ വലിയൊരു വിഭാഗം നേതാക്കൾ കരുതുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നോട്ടു പോയാൽ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുന്ന കൂടുതൽ നേതാക്കളും ക്യാപ്റ്റനും മേജറുമൊക്കെയായി അവതരിക്കുമെന്ന ആശങ്കയും നേതാക്കൾക്കുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.